ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗബലം. ബീഹാർ വിജയത്തിന് പിന്നാലെ പാർട്ടി നേടിയത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തോടെ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കി ബി.ജെ.പി. 1654 MLA-മാരാണ് വിവിധ സംസ്ഥാന നിയമസഭകളിലായി ബി.ജെ.പിക്കുള്ളത്. ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗബലമാണിത്. രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി എന്ന ഖ്യാതിയും ഇതോടെ ബി.ജെ.പിക്ക് സ്വന്തമായി. ബി.ജെ.പി നേതാവ് BL സന്തോഷ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടി എന്ന ഖ്യാതി ഇതോടെ ബി.ജെ.പി നേടിയതായി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ BL സന്തോഷ് പറയുന്നു. ബീഹാറിലെ വൻ വിജയത്തോടെ ബി.ജെ.പി തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള പാർട്ടിയായി എന്നാണ് വിവരം പങ്കുവച്ചുകൊണ്ട് സന്തോഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഉത്തർപ്രദേശിലാണ് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്, 258. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ബി.ജെ.പിക്ക് 100-ലധികം MLA-മാരുണ്ട്. അതേസമയം ബീഹാറിൽ സർക്കാർ രൂപീകരണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന NDA സീറ്റ് വിഭജനം തർക്കങ്ങളില്ലാതെ പരിഹരിക്കുന്നു. 7 MLA-മാർക്ക് ഒരു മന്ത്രി എന്ന ഫോർമുല സ്വീകരിച്ചതോടെ ബി.ജെ.പി JDU പാർട്ടി MLA-മാരിൽ നിന്ന് തുല്യനിലയിൽ സർക്കാരിൽ മന്ത്രിമാരുണ്ടാകും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകും. അതേസമയം ലോക ജനശക്തി പാർട്ടി ഒരു ഉപമുഖ്യമന്ത്രി പദം നൽകാനും രണ്ടാമത്തെ ഉപമുഖ്യമന്ത്രി പദം ബി.ജെ.പി നിലനിർത്താനും ധാരണയായി. ബി.ജെ.പിയുടെ രാംകൃപാൽ യാദവും LJP-യിൽ രാജു തിവാരിയും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. എല്ലാ നിയുക്ത MLA-മാരോടും പാട്നയിൽ തുടരാൻ ബി.ജെ.പി JDU നേതാക്കൾ നിർദ്ദേശം നൽകി. നിലവിലെ സർക്കാരിനെ പിരിച്ചുവിട്ട് നിതീഷ് കുമാർ ഇന്നോ നാളെയോ ഗവർണറെ കാണും. ഈ മാസം 20-നുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ആലോചന.